ഗായ്സ്, നമ്മൾ മറ്റന്നാൾ ഒരു സ്ഥലം വരെ പോവാണ്. മറ്റന്നാളല്ല, നാളെ രാത്രി ഒരു സ്ഥലം വരെ പോവാണ്. കാരണം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു, ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഒരു ഫ്രണ്ട് വഴി ഒരു ജോബ് ശരിയായിട്ടുണ്ട്, കെയറോമിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് പാക്ക് ചെയ്യണം, ഇവിടുന്ന് മൊത്തം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് ലിജയ് വരും. മിച്ചലിന് വർക്ക് ഉണ്ടാവും, വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരങ്ങനെ വരും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ രാവിലെയാണ് അവരിപ്പോൾ വരിക. വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. നൈറ്റായിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അവരുമായി വന്നിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ തോണപ്പി പോവും, നമ്മൾ മുന്നേ നിന്ന വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബസ് നാഷണൽ എക്സ്പ്രസ് കയറിയിട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന്, അതായത് മിഡിൽ സ്പ്രോന്ന് ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് ടർക്കി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ടർക്കി അല്ല, ടോർക്കെ എന്തോ പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ അക്കോമഡേഷനൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ നിന്നിട്ട് മുന്നേ നിന്ന് ഫ്രണ്ട്സൊക്കെ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാം അടിപൊളിയായിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ലിജയ് വരും. ഇപ്പോൾ വിളിച്ചിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ പോകണം. എന്നിട്ട് പിക്കല്ല നടന്ന് ഇവിടെ എടുത്താണ്, അവന് വഴി അറിയത്തില്ല. അപ്പോൾ അവനൊന്ന് കൊണ്ടാൻ പോകണം. എന്നിട്ട് നാളെ മിച്ചൽ വരും. അപ്പോൾ അത് കാണിച്ചാൽ ഓക്കെ, ബൈ. ഇതാ നടന്നു വരുന്നുണ്ട് കോലക്കാകെ മഴമുടിയൊക്കെ കിട്ടി. ആരാ ഇത്? കണ്ണും പിടിക്കുന്നില്ല. ഗൈസ്, നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം. കുറേ പെട്ടിയാണ്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് കവറിലാക്കി വന്നിട്ട് പാക്ക് ചെയ്യാൻ സമയമില്ല. അങ്ങനെ നമ്മളൊക്കെ കവറിലാക്കി ഇതാക്കി വന്നിട്ട് നമ്മൾ ഊറ് വിളിച്ച് ഒക്കെ കവറിലാക്കി വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടില്ല, കുറേ പെട്ടിയുണ്ട്. ഇത്ര എനിക്ക് പാക്ക് ചെയ്തൊക്കെ ആകെ 2 പെട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെ കൊണ്ടുപോകുന്നു എനിക്ക് അറിഞ്ഞൂടെ. ഇനി കൊണ്ടുപോയി അവിടെ എത്തി നമ്മൾ മസാല ദോശ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൂജ. അപ്പോൾ അത് നമ്മളത് കഴിച്ചു. അതിന് ശേഷം എൻ്റെ മിച്ചലാണ് ഗൈസ്. ഇത് മിച്ചൽ വരുന്ന കോലമാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതാണ് ഇത്ര ലാഗ്. എത്ര അവനോട് വെയിറ്റ് ചെയ്യുക. ഹായ് ഗൈസ്, കുടിക്കാനോ കുഴപ്പമില്ല, വാ കുടിക്കാൻ. അതെ കൊടുത്തോ. മതിടാ അഭിനയിച്ചത്, വാ. ഇത് എൻ്റെ ചേച്ചിയാണ് ഗൈസ്. ആളിവിടെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്, ഡോക്ടറാണ്. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഇപ്പോൾ വിസിറ്റിങ്സിൽ വന്നാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി വരും. അതിന് നല്ല ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ചേച്ചിയാണ് ചുമ്മാ ഇരുന്ന് അഭിനയിക്കുക. കണ്ടാണ് ഭയങ്കര സ്നേഹമാണ്. ചേച്ചി ഭയങ്കര മിസ്. നമ്മളിവിടെ ചോറൊക്കെ വിളമ്പി വെച്ച് വാ ചേച്ചി ഒരു മിനിറ്റ് ഇതാ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ്. ലിജയ് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ലിജയ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് ലിജയുടെ സ്പെഷ്യൽ ബിരിയാണി. ഞങ്ങൾ ലിജയുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ചേച്ചി എല്ലാം അവസാനിച്ചു. എന്ത് ബിരിയാണി പേരെന്താ? കഴിച്ച കുഴപ്പമില്ല. ചേടാ നിർത്തല എങ്ങനെയാ? അയ്യോ, എന്താ ഒരു ചിരി. ഹേ ഗൈസ്, നമ്മൾ സെമിറ്റേരിയയിൽ പോവാണ് എല്ലാരും. നമുക്ക് ആദ്യം പോവാം. വേണമെങ്കിൽ ഞാൻ ബ്ലറാക്കി കൊടുക്കാം. ഇവിടെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കത്തില്ലേ. ഞങ്ങളെല്ലാവരും കൂടി പോവാണ് ഗൈസ്. അതിനെവിടാ വേവാ കഴിഞ്ഞില്ലേ ഗൈസ്? മുഖം കാണിക്കടാ. അവര് പേടിക്കും.
ഈ വെട്ടൊന്നുമില്ല ഇതിനകത്ത് ആളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഞങ്ങൾ മോണോപ്പൊളി ഇരുന്ന് കളിച്ചു. അടിപൊളിയായിരുന്നു മോണോപ്പൊളി. പിറ്റേ ദിവസം ഞങ്ങൾ മോണോപ്പൊളി ഇരുന്ന് കഴിച്ചിട്ട് അതിന് ശേഷമെല്ലാം പിറ്റേ ദിവസം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇത് കഴിക്കുമായിരുന്നു. അതിന് ശേഷം വീണ്ടും ഫ്രൈഡ് റൈസ്. പിറ്റേ ദിവസം വീണ്ടും ഫ്രൈഡ് റൈസ്. ഓ മൈ ഗോഡ്, ഭയങ്കര ഫുഡ് അടിയായിരുന്നു. ഇവിടെ ആണെങ്കിൽ ലിജേറ്റ് ഇവിടെ വന്നാൽ ഫുഡ് അടി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിട്ട് കൂടെ ഷോപ്പിങ്ങിന് പോയി. വീണ്ടും ഇത് രാത്രി ഞങ്ങൾ ഇത് കഴിച്ചത് റാപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫും അത് നമ്മൾ പോവാണ്. ടൂട്ടു 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 കരയണ്ട ലിജേ. ഇതൊക്കെ വരും കേട്ടോ. വേണ്ട. ഓ പിന്നെ ഗൈസ് കെട്ടിട്ട് പോയിക്കുന്നു. ഈ സൈഡില് ഇത് അവര് കയറ്റുമായിരിക്കില്ലേ? ഗൈസ് കടന്നോളൂ. അങ്ങോട്ടൊക്കെ ശരിയാക്കും. ഗ്രെയിൻസ് ഉണ്ട് ഗൈസ്. നമ്മളിവിടെ കാത്തിരിക്കുവാണ് ബസ്സിന് വേണ്ടി. കാണില്ല കേട്ടോ, ലൈറ്റ് ഇല്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കയറി. ഞാൻ ഫുൾ കടന്നുറങ്ങി. രാത്രിയല്ലേ ഇതെന്ന് ഞാൻ ഫുൾ കടന്നുറങ്ങി. പിന്നെ ഇടയ്ക്കൊന്നും ഇടിച്ചപ്പോൾ ഉണ്ട്. പിന്നെ അലാറം വെച്ചു. അവിടെ ഒരു 6:30 എത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് അലാറം വെച്ചു. അതൊരു കടന്നുറങ്ങി. അപ്പോൾ നമ്മൾ ലണ്ടൻ വിക്ടോറിയയിലോട്ടാണ് അടുത്ത ബസ്. ലണ്ടൻ വിക്ടോറിയയിൽ ഇരിക്കുവാണ്. ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക. 2 ബസ് കയറാനുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 8:30. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. 8:30ക്ക് അടുത്ത ബസ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറയുന്നത്. ഇനി വേറെ വഴിയില്ലല്ലോ. ഒരു സാഹചര്യം വരുമ്പോൾ ഓരോന്ന് ചെയ്ത് പോകും, വഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് എത്ര ദൂരം എന്നറിയാം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ. ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിവിടുത്തെ പിള്ളേരിനൊക്കെ ഇങ്ങനെ എന്താ പറയുക ട്രോളിയിൽ ഇങ്ങനെ ഇതായിക്കൊണ്ട് പോവുക ചെയ്യാം. ഭയങ്കര സൗകര്യമാണ്. അല്ലെങ്കിൽ നമ്മളവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണമല്ലേ. ഇവിടുത്തെ ഇത് ഭയങ്കര അതിനൊക്കെ ഭയങ്കര ഫെസിലിറ്റീസാണ് കേട്ടോ. റോഡാണെങ്കിൽ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളവിടേക്ക് എനിക്ക് കൊണ്ടും കഴിയും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. എങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അവിടെ വന്നിട്ട് ഒരു 6 മാസം ചെയ്തിട്ട് കാണാൻ പറ്റില്ല. കാരണം എപ്പോഴെങ്കിലും നമ്മൾ ടർക്കി എത്തി. എന്നിട്ട് നമ്മൾ ഇൻഡക്ഷന് പോകാൻ പറ്റിയ ദിവസം. അപ്പോൾ നമ്മൾ ഇൻഡക്ഷന് പോകുന്ന കോലാണ് ഇത് കാണുന്നത്. അങ്ങനെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ഫുൾ വ്ളോഗ് ആയിട്ട് ഇടാണ്. അങ്ങനെ ഇടാറുള്ളത്. അങ്ങനെ ഇടാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ യൂണിഫോമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.